അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ MK റാമിനെ പിടികൂടാനാകാതെ പോലീസ്. റാമിനായി ആന്ധ്രയിലും കർണാടകയിലും അന്വേഷണം തുടരുകയാണ്. അതേസമയം മുൻകൂർ ജാമ്യത്തിനായി റാം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിതിൻ രാജിന്റെ മരണശേഷം 18 ദിവസമായി ഡോക്ടർ MK റാം ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരുന്നു. എന്നാൽ റാമിനെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. കേസിൽ പോലീസ് ഒത്തുകളിക്കുകയാണെന്ന ആരോപണവുമായി നിതിൻ രാജിന്റെ കുടുംബം നേരത്തെ രംഗത്തുണ്ട്. തലശ്ശേരി കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ റാം ഹൈക്കോടതിയെ സമീപിച്ചു. തനിക്കെതിരെ എവിടെയും നിതിൻ രാജ് പരാതി നൽകിയിട്ടില്ലെന്നും തനിക്കെതിരെ ഒരു തെളിവുമില്ലെന്നുമാണ് ഡോക്ടർ റാമിന്റെ വാദം. അതേസമയം ഒരാഴ്ചയായി കണ്ണൂർ പോലീസ് റാമിന്റെ നാടായ ആന്ധ്രയിലുണ്ട്. അദ്ദേഹം ഫോണിൽ ബന്ധപ്പെടാൻ സാധ്യതയുള്ള ആളുകളും പോലീസ് നിരീക്ഷണത്തിലാണ്. കർണാടകയിലും റാമിനായി അന്വേഷണ സംഘം പരിശോധന നടത്തുന്നുണ്ട്. കേസിൽ 1-ാം പ്രതിയാണ് റാം. 2-ാം പ്രതി സംഗീത നമ്പ്യാർക്ക് തലശ്ശേരി കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തലവനായ കണ്ണൂർ ACP R ഹരിപ്രസാദിന് മുമ്പാകെ ഹാജരായി മൊഴി നൽകി. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.